പിണറായി വിജയനെയും ഇടത് സർക്കാരിനെ ഇടത് മുന്നണിയും വിടാതെ പിടിച്ചിട്ടുണ്ട് പി വി അൻവർ. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരെ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. എന്നിട്ടും ഈ വിവാദങ്ങളൊന്നും അവസാനിപ്പിക്കാൻ പി വി അൻവർ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ പുതിയൊരു ആരോപണം ഉന്നയിച്ച്, പുതിയതല്ല, അൻവറിന്റെ അടുത്ത ആരോപണം എന്ന് പറയുന്നത് CPM ബോധപൂർവം വെട്ടിനിരത്തിയ നേതാവാണ് സ്പീക്കർ AN ഷംസീർ എന്ന്. അതായത് പിന്നെ KK ശൈലജയെ ഒതുക്കാനാണ് സുരക്ഷിതമല്ലാത്ത പേരാവൂർ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചതെന്നുമാണ് അൻവറിന്റെ പുതിയ ആരോപണം. ഇതിൽ അൻവർ എന്ത് വേണേ പറയട്ടെ എന്ന് പറയുന്നൊരവസ്ഥയാണ്. കാര്യം ഇന്ന് വാ പോയ കോടാലി എന്ന് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെയാണ് PV അൻവറിന്റെ കാര്യം. പേരാവൂരിൽ എന്തിനാണ് ശൈല ടീച്ചറെ മത്സരിപ്പിച്ചത് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പലയിടങ്ങളിലും ഈ പറയുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാകണം, ഒരു അട്ടിമറി ഉണ്ടാകണം. ആ അട്ടിമറിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഷംസീറിന് പരാതിയില്ലല്ലോ. ഷംസീറിനെ വെട്ടിനിരത്തിയ ഷംസീറിന് പരാതിയുണ്ടോ? ഷംസീറിന് അങ്ങനെ ഒരു പരാതിയില്ല. ഇപ്പോഴും വേണ്ട കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങാൻ പോകുന്ന പിന്നെ സ്പീക്കറാണ് ഷംസീർ. ഷംസീറിന് അങ്ങനെ പരാതിയില്ല. പിന്നെ PV അൻവർ പറഞ്ഞാൽ അത് പരാതിയാകും. ഇപ്പം നമ്മൾ നോക്കേണ്ടത് കുഞ്ഞികൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കാര്യം കുഞ്ഞികൃഷ്ണനും PV അൻവർ ആണെങ്കിൽ വീട്ടിൽ പോയി കുഞ്ഞികൃഷ്ണനെ കാണുകയൊക്കെ ചെയ്തു. ഇനിയും പിന്നെ സുധാകരനെ കണ്ടാൽ മതി. സുധാകരൻ അതുപോലുള്ള 1-2 നേതാക്കന്മാരോടെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തിലെ കാര്യങ്ങൾ പൂർത്തീകരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ സത്യത്തിൽ ഇയാൾക്ക് പിന്നെ മുഹമ്മദ് റിയാസിന് ഒരു മുൻതൂക്കമുണ്ട്. മുൻതൂക്കം എന്നല്ല, ജയിക്കുമെന്ന് തന്നെയാണ്. ഏകദേശം 10 മുതൽ 20% വരെ വോട്ടിൻ്റെ ഡിഫറൻസ് ഇവർ തമ്മിലുണ്ട്. അതായത് മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിൽ, UDFിൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിൽ. അതിൻ്റെ അർത്ഥം PV അൻവർ പരാജയപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ എക്സിറ്റ് പോൾ എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള രണ്ടാമത്തെ കാര്യം. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന തിങ്കളാഴ്ചയൊക്കെ എത്തുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു ഫലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ PV അൻവർ എന്ന് പറയുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് എന്ത് ഉളുപ്പാണ്. ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും അധികം മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയുന്ന വേറൊരു നേതാവുണ്ട്. വേറെ എനിക്ക് തോന്നുന്നില്ല VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അല്ലെങ്കിൽ വേറെ ഒരു നേതാക്കന്മാർ പോലും ഈ രീതിയിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടുകൊണ്ട് ഇമ്മാതിരി തോന്നിയ ദിവസം പറഞ്ഞിട്ടില്ല, ഇമ്മാതിരി പറച്ചിൽ പറഞ്ഞിട്ടില്ല. PV അൻവർ എന്തിനാണ് ശ്രമിക്കുന്നത്? എന്താണ് PV അൻവർ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ PV അൻവർ വരും എന്ന് എല്ലാവരും അടിയുറച്ച് പറയണമെന്നാണോ PV അൻവർ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൊണ്ട് അങ്ങനെ 10 വട്ടം പറയിക്കാൻ വേണ്ടിയിട്ടാണോ? PV അൻവർ എന്ന് പറയുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ മാലിന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ കേരളത്തിലെ പിന്നെ ഒരു രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ PV അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാകരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇങ്ങനെ ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ ആവാൻ പാടില്ല. ഇപ്പോൾ പറയുന്നത് പിണറായിസം, മരുമോനിസം. എന്താണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്ന പിണറായിസം? അത് വ്യക്തമാക്കൂ. എന്താണ് പിണറായിസം? ഇവിടെ പിണറായി വിജയൻ ധർമ്മടത്ത് തോറ്റതിനൊപ്പം എന്നുള്ള രീതിയിലായിരിക്കും വിജയം. അന്ന് ഭൂരിപക്ഷം കുറയുമെന്ന്, വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ വിജയിക്കുക എന്നാണ് PV അൻവർ പറയുന്നത്. എന്താണ് എപ്പോഴും PV അൻവർ വ്യക്തമാക്കാത്ത കാര്യമുണ്ട്. എന്താണ് പിണറായിസം? എന്താണ് മരുമോനിസം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PV അൻവറിൻ്റെ സ്വർണം പൊട്ടിക്കലിന് കൂട്ടു നിൽക്കാത്തതാണോ? അതായത് സ്വർണം കടത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഈ പറയുന്ന ആൾക്കാർ പിന്നെ മുഹമ്മദ് റിയാസ് ആണെങ്കിലും പിണറായി വിജയനും അല്ലെങ്കിൽ അവരുടെ പോലീസും കൂട്ടു നിൽക്കാത്തതാണോ? കസ്റ്റംസുകാർ പിടിക്കാതെ പുറത്തേക്ക് വിടുന്ന സ്വർണം വഴിയിലിട്ട് ഡാൻസ് ഓഫ് ടീം ഇവിടുത്തെ പോലീസ് പിടിക്കുന്നതാണോ പിണറായിസം? അല്ലെ അതാണോ മരുമോനിസം? അല്ലെ തടയണ കെട്ടിയത് ഹൈക്കോടതി വിലക്കാതെ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പൊളിച്ചു കളയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്താൻ വേണ്ടി പെർമിഷൻ കൊടുക്കാത്തതാണോ പിണറായിസം? കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു പിണറായി വിജയനുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തിയ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയെ പൊതുജനത്തിന് അറിയാം. അതാണ് പിണറായിസം എങ്കിൽ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കും എന്നുള്ളതിൻ്റെ തെളിവായിരിക്കും ഈ വരാൻ പോകുന്ന 4-ാം തീയതി വരാൻ പോകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ LDFന് വീണ്ടും ഒരു തുടർഭരണം കിട്ടിയാൽ അതൊരു പക്ഷേ അങ്ങനെയാണെങ്കിൽ PV അൻവർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. എന്നുവെച്ചാൽ പിന്നെ അത്രയും പിന്നെ PV അൻവർ പറഞ്ഞത് അതൊന്നും വെള്ളം തൊടാതെ ആളുകൾ വിഴുങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ. UDFനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ PV അൻവർ ജയിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇപ്പോൾ PV അൻവർ ജയിക്കില്ല എന്ന് UDF കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് UDFൻ്റെ നേതൃത്വം VD സതീശൻ അടക്കമുള്ളവർക്കറിയാം PV അൻവർ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ PV അൻവർ ഈ പറയുന്നത് ബെറ്റ് വെക്കുകയാണ്. ഇതെന്താ കുട്ടിക്കളിയാണോ? ഞാൻ പിന്നെ ജയിച്ചില്ലെങ്കിൽ ഞാൻ മുട്ടയടിച്ച് പിന്നെ കടുക്കനിട്ടുകൊണ്ട് ഞാൻ റോഡിൽ കൂടെ പിന്നെ മാനാഞ്ചിറ സ്ക്വയറിൽ കൂടെ നടക്കാം. ഇതൊക്കെ പറയാൻ ഇത് കുട്ടിക്കളിയാണോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? അല്ല, ഇത് ശരിക്കും എന്താണ് അങ്ങനെ മുട്ടയടിക്കാനെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഞാൻ മുട്ടയടിക്കുന്ന ഇല്ല. അപ്പോൾ കാര്യം ഏകപക്ഷീയമായി ബെറ്റ് വെക്കുന്നില്ല.
എന്തുവാ ഈ പറയുന്ന പണി പാളും തന്നെയല്ല ഈ റിയാസ് കയറി ഏറ്റെടുത്തില്ല. റിയാസിന് എന്ത് ഈ പറയുന്ന ഈ പൊട്ടത്തരത്തിന് വേണ്ടി റിയാസിന് നിന്ന് കൊടുക്കാൻ പറ്റുമോ? മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാള് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഈ പറയുന്ന വഴിയെ കൂടെ പോകുന്ന ഇയാൾ വന്ന് കിടന്നുണ്ടെങ്കിൽ രായ്ക്ക് രാമാണ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ കയറിയെന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കുക, ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ മുട്ടയടിക്കും, എന്നിട്ട് ചെവിയിൽ കടുക്കനിട്ടുകൊണ്ട് ഞാൻ മാനാഞ്ചിറ സ്ക്വയർ മുതൽ മിഠായിത്തെരുവ് വഴി നടക്കും. എന്താവശ്യം ഇങ്ങേർക്ക്? അല്ല, എന്താവശ്യം? ഇത് വ്യക്തിപരമാണോ? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വ്യക്തിപരമാണോ? അത് എത്ര മനോഹരമായ മറുപടിയാണ് പിന്നെ മുഹമ്മദ് റിയാസ് കൊടുത്തിരിക്കുന്നത്. ഇത് വ്യക്തിപരമല്ല, ഇത് ആശയങ്ങൾ തമ്മിലാണ്. ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് പലരും വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പലർക്കും പിന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാളിനെ വ്യക്തിപരമായി അറിയാത്തവർ പോലും രാഷ്ട്രീയത്തിൻ്റെ ആശയം അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമുക്ക് പലർക്കും അറിയില്ല. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളെ നമുക്ക് നേരിട്ട് പരിചയം ഉണ്ടാവില്ല. നമ്മൾക്ക് പിന്നെ എന്തുകൊണ്ടാണ് ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ ആശയമാണ്, നമ്മുടെ രാഷ്ട്രീയമാണ് നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. അപ്പം ഈ നടക്കുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ല പിന്നെ ബേപ്പൂരിൽ മത്സരിക്കുന്ന മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മരുമോൻ എന്നുള്ള നിലയിലല്ല അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത്. CPM-ന്റെ പ്രതിനിധി അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ആ നാട്ടിലെ ജനങ്ങൾ കാണുന്നത്, ആ വോട്ടർമാർ കാണുന്നത്. സോ അതുകൊണ്ട് ആശയത്തിനുള്ള വോട്ടുകളായിരിക്കും അവിടെ വീഴുന്നത്. അത് പറയുന്ന പോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഗുസ്തി മത്സരമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ് വളരെ കൃത്യമായി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. അതുപോലും മനസ്സിലാക്കാനുള്ള അറിവോ വിവേകമോ ബോധമോ രാഷ്ട്രീയ മര്യാദയോ പോലും ഈ പറയുന്ന PV അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്കില്ല എന്നുള്ളതാണ് കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ പറയുന്ന ഒന്നുകിൽ ഒരു PC ജോർജായി മാറാൻ പോകുന്ന ഒരാൾ, അതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമാണ് PV അൻവർ ഇന്ന് കേരള രാഷ്ട്രീയത്തിലുള്ളത്? ഒന്നുമില്ല. ഒരു കോൺഗ്രസ് കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്, ഒതായിൽ. അപ്പോൾ ആ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച PV അൻവർ അവിടെ നിന്ന് കോൺഗ്രസും വിട്ട് എല്ലാം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഫാസിസം, കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടാണ് പിണറായി വിജയന് ഇങ്ങനെ നിൽക്കുന്നത്, കേന്ദ്ര ഏജൻസി അന്വേഷണം വരുന്നില്ല. ഇതൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഇരട്ടത്താപ്പാണ് ഞാൻ പറയുന്നത്. ഇപ്പം തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ നീക്കം നടത്തിയെന്ന് പറയും. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ED ഉപയോഗിക്കുന്നു എന്ന് പറയും. കർണാടകയിലെ സിദ്ധരാമയ്യക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുന്നു എന്ന് പറയും. കേരളത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അത് കറക്റ്റ് തീരുമാനമാണ്, അന്നേരം ED നല്ലവരാ. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ED ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി ED ആയി മാറും. അതേസമയം രേവന്ത് റെഡ്ഡിക്കെതിരായിട്ടോ പിന്നെ നമ്മുടെ DK ശിവകുമാറിനെതിരായിട്ടോ സിദ്ധരാമയ്യക്കെതിരായിട്ടോ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട അന്വേഷണ ഏജൻസി ED ആയി മാറും. ഇത് ഇവരുടെ ഇരട്ടത്താപ്പാ കോൺഗ്രസിന്റെ. എന്നിട്ട് ED അന്വേഷണം വരാത്തത് പിണറായി വിജയൻ ഇവിടെ പിന്നെ എന്താ പറയുക കേന്ദ്രവുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്, യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും യൂണിയൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ പിന്നെ പ്രതിപക്ഷം വിചാരിച്ചാൽ നടക്കുമോ? പ്രതിപക്ഷമാണോ അത് നിൽക്കേണ്ടത്? അല്ല കേരളത്തിലെ ഏതെങ്കിലും BJP-യിലെ ഏമാമാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പിന്നെ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായിക്കൊണ്ട് ഹൈവേ വികസനം സാധ്യമാകുമോ? V മുരളീധരനെ സുരേഷ് ഗോപിയെ വിചാരിച്ച് സ്ഥലം ഏറ്റെടുപ്പ് നടക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ അതിന് കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് ഗവൺമെന്റാണ് അതിന് വേണ്ടിയിട്ട് കേന്ദ്രവുമായി സംസാരിക്കുന്നതും അവർ പറയുന്ന ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് ഇവിടെ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. ഇവിടെ റെയിൽവേ വികസനം വരുന്ന സമയത്ത് യൂണിയൻ ഗവൺമെന്റാണ് റെയിൽവേ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് സംസ്ഥാന ഗവൺമെന്റ് ആണല്ലോ അതിന് സ്ഥലം ഏറ്റെടുപ്പും കാര്യങ്ങളും എല്ലാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. അല്ലാതെ പിന്നെ ആരാണ് ഇത് ചെയ്യേണ്ടത്? കേന്ദ്രം നേരിട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇതുപോലും അറിയാത്തവരാണോ ഈ PV അൻവറും ബാക്കി കോൺഗ്രസിലെ നേതാക്കന്മാരും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഇത് പറയുന്ന ഒരു വിഷയം PV അൻവർ പറയുന്ന അനുസരിച്ച് പിണറായിസവും മരുമോനിസവും ഒക്കെ ഈ പറയുന്ന തലത്തിലാണ് കേരളത്തിന്റെ വികസനോന്മുഖമായ കാഴ്ചപ്പാടുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ ആ പിണറായിസത്തെയും മരുമോനിസത്തെയും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രാധാന്യമുള്ള വിഷയം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന PV അൻവർ ചുട്ടി കുത്തുവോ മുട്ടയടിക്കുകയോ കഴുതപ്പുറത്ത് കയറി പോവോ ചെവിയെ കടുക്കനിട്ടുകൊണ്ട് നടക്കുമോ എന്ത് വേണേ ആയിക്കോളൂ, പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പം തന്നെ തുടങ്ങി വെച്ചോളുക എന്നുള്ളതാണ്. പിന്നെ ഏറെ കഴിഞ്ഞാൽ പിന്നെ ഈ മാധ്യമങ്ങളൊന്നും PV അൻവറിന്റെ പിന്നാലെ പോവില്ല. കാരണം ഈ തോറ്റു കഴിഞ്ഞാൽ PV അൻവറിനെ വേണ്ട, മാധ്യമങ്ങൾക്ക് പോലും വേണ്ട. ഇപ്പം മാധ്യമങ്ങൾക്ക് വേണം, എന്തെങ്കിലും വെകിട് വിളിച്ചു പറയും. കാര്യം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വാർത്തകളില്ലാതെ ഇരിക്കുക.
ഇനിയിപ്പോൾ 4-ാം തീയതി കഴിഞ്ഞിട്ടാണെങ്കിൽ പി വി അൻവറിനെ വേണ്ടെന്നേ ആർക്കും, ഒരാൾക്ക് പോലും പി വി അൻവറിനെ വേണ്ട. കാര്യം 4-ാം തീയതി മുതൽ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് വേറെ വിഷയങ്ങൾ കിട്ടുകയാണ്. അപ്പം പിന്നെ ഇത് ഇത്രയൊക്കെ ഉള്ളൂ പി വി അൻവറിൻ്റെ കാര്യം. ഒരു 4-ാം തീയതി വരെ, തിങ്കളാഴ്ച വരെ നമ്മൾ ഇതിനെ സഹിക്കണം, അത്ര മാത്രമേ ഉള്ളൂ.